ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ശ്രീ അനൂപ് ജേക്കബ്. സർ, സ്ത്രീകളെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വാക്കോ നോക്കോ പ്രവൃത്തിയോ ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും. പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവിടെ തെറ്റായ നോട്ടമോ തെറ്റായ രീതികൾ സ്വീകരിക്കലോ ആരുടെ ഭാഗത്തുണ്ടായാലും കർക്കശമായി നേരിടും. സ്ത്രീ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന സർക്കാരാണിത്. കഴിഞ്ഞ 3-ാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ്. സാർ, അങ്ങയുടെ ഈ പ്രസ്താവന വന്ന് 2 ആഴ്ച പോലും തികയുന്നതിന് മുമ്പാണ് കൂത്താട്ടോളം ടൗണിൽ ഒരു CPM-ന്റെ വനിതാ കൗൺസിലറെ CPM നേതാക്കൾ തന്നെ വസ്ത്രാക്ഷേപം ചെയ്ത് അടിച്ച് താഴെയിട്ട് ഒരു വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സാർ, ഇതെന്ത് സ്ത്രീ സുരക്ഷിതത്വമാണ് സാർ കേരളത്തിലുള്ളത്? അങ്ങ് പറയുന്ന സ്ത്രീ സുരക്ഷ ഏതർത്ഥത്തിലാണ്? ഒരു സ്ത്രീയെ പരസ്യമായി വേണ്ടി വരുന്ന ദുരവസ്ഥയാണോ സാർ ഈ കേരളത്തിൽ ഉണ്ടാവേണ്ടത്? സാറ് TPയും ഷുഹൈബിനെയും കൃപേഷിനെയും ശരത്ലാലിനെയും ഒക്കെ വെട്ടിക്കൊന്ന കാടത്തം ഇപ്പോഴും തുടരുന്നു എന്ന സന്ദേശമല്ലേ പൊതുസമൂഹത്തിലേക്ക് ഇതുവഴി കൊടുക്കുന്നത്? ഇതിനുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് സാർ കിട്ടുന്നത്? ഇതിന്റെ അകത്ത് ഈ വ്യക്തി കലാരാജു എന്ന് പറയുന്ന വ്യക്തി രൂക്ഷമായ ഒട്ടനവധി ആരോപണങ്ങളാണ് പ്രാദേശിക നേതൃത്വത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി അവരെ തകർത്തു കളഞ്ഞു. അവരുടെ വീടും സ്വത്തും നിസ്സാര വിലയ്ക്ക് വിൽപ്പിച്ചു. അതിനെതിരെ അവര് മാധ്യമങ്ങളുടെ മുമ്പിൽ ഈ 2 ദിവസം മുമ്പ് പറയുന്നതിന് എത്രയോ മുമ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായി അവർ കത്ത് നൽകുന്നു. പാർട്ടി ഒരനക്കവും ചെയ്തില്ല, ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നത് മാത്രമല്ല, അവർക്കെതിരെ അപ്രഖ്യാപിത ഊരുവിലക്ക് പ്രഖ്യാപിച്ചു. 25 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു കുടുംബത്തിനുണ്ടായ ദുരവസ്ഥയാണ് സാർ. അവിടെ അവരെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവർക്ക് അപമാനം നേരിടേണ്ടി വന്നപ്പോൾ അവിടെ നിങ്ങളീ ബഹളം വെക്കുന്നവരല്ല, അവിടെയുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകൾ, ഇടതുപക്ഷ സഹയാത്രികരുണ്ടല്ലോ, അവരുടെയൊക്കെ മനസ്സിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. ഒരാൾ പോലും മിണ്ടുന്നില്ല എന്നുള്ളൂ, പേടിച്ചിട്ട്. സാർ, അപ്പോൾ ഈ വ്യക്തിയെ അവരെ ശാരീരികമായും മാനസികമായിട്ടും മാത്രമല്ല സാമ്പത്തികമായും തകർത്തു എന്നുള്ളതാണ് സാർ. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റിക്ക് നേരെ ഒരു ആക്ഷേപം വന്നപ്പോൾ നമ്മുടെ പോലീസ് എത്ര വേഗതയിലാണ് ആക്ഷൻ എടുത്തത്? ശരവേഗതയിൽ ഓടി നടന്ന് അറസ്റ്റുകൾ നടത്തിയില്ലേ സാർ? ആ ശരവേഗത എല്ലായിടത്തും പ്രതീക്ഷിക്കുന്നുണ്ട് സാർ. സെലിബ്രിറ്റികൾക്കുള്ള അഭിമാനം തന്നെയാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ളത് സാർ. ഇവിടെ FIR ഇട്ട് 3 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തില്ല. ഇതിന്റെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇവിടെ വായിച്ച 4 പേര് സാർ, അവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പോലീസിന് മുമ്പിൽ ഹാജരാക്കുന്ന 4 വ്യക്തികളാണ്. അതിനപ്പുറത്തേക്ക് ആരുമല്ല അവര്. സ്ഥിരമായിട്ട് ഹാജരാക്കപ്പെടുന്ന കുറച്ചു പേര് മാത്രമാണ്. ആ 4 പേര് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവർ കൃത്യമായൊരു മൊഴി കൊടുത്തിട്ടുണ്ട്. CPM-ന്റെ ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള അവരുടെ വാഹനം ഓടിച്ചുകൊണ്ടുപോയ വ്യക്തി അടക്കമുള്ളവരുടെ പേര് സഹിതം ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കെതിരെ പോലും അവരെ കസ്റ്റഡിയിൽ എടുക്കുവാനോ അറസ്റ്റ് ചെയ്യുവാനോ പോലീസ് ഒരു തയ്യാറായിട്ടില്ല. അങ്ങനെ ചെയ്തിരിക്കുന്നതെന്നറിയാവോ? UDF നേതാക്കൾക്കെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. വനിതാ കൗൺസിൽ, ഇടതുപക്ഷ കൗൺസിലർമാരെ അങ്ങോട്ട് ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. സാറ്, അവിടെ ഒരു കൗൺസിലറെയും ഒരു ഇടതുപക്ഷ കൗൺസിലറിനെയും UDF-ന്റെ നേതാക്കൾ ആരും തന്നെ ആക്രമിച്ചിട്ടില്ല. അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവിടെ നടന്ന എല്ലാ സംഭവങ്ങളുടെ വീഡിയോയും ചിത്രങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ നിയമപരമായി നേരിട്ടോളാം. നിയമവ്യവസ്ഥയിലും കോടതിയിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ തന്നെ പോയിക്കോളാം. പക്ഷെ കള്ളക്കേസ് എടുത്ത് തകർക്കാമെന്ന നിലയിലേക്ക് ആരെങ്കിലും കരുതൽ അത് വെറുതെ ആണെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഇവിടെ ഈ വ്യക്തിക്കുണ്ടായ അനുഭവം നാളെ ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്നാണ് എനിക്ക് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാനുള്ളത്. സാർ, ഈ കൂത്താട്ടോളം പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അനവധി ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വേഗമായ മറുപടികളാണ് എനിക്ക് രേഖാമൂലം ലഭിച്ചിട്ടുള്ളത്. അവിടെ ഇൻഎഫിഷ്യൻസിയുടെയും അഴിമതിയുടെയും പര്യായമായി ആ പോലീസ് സ്റ്റേഷൻ മാറിയിരിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കവർച്ചയും കൊള്ളയും മദ്യ മയക്കുമരുന്ന് മണ്ണ് മാഫിയകൾ വിലസുകയാണ്. ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല. അഴിമതിയുടെ എല്ലാ അർത്ഥവും ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് സാർ. സാർ, ഈ കലാരാജു എന്ന് പറയുന്ന വ്യക്തി അത് ഒറ്റപ്പെട്ട സംഭവമായി അതിനെ തള്ളിക്കളയാൻ കഴിയുന്നൊന്നല്ല. നാളെ ഇത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ 1-2 പേര് ചേർന്ന് ആസൂത്രിതമായി നടത്തുന്നതല്ല. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. വളരെ കൃത്യമായ പിന്തുണ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തമായ അന്വേഷണം, സമഗ്രമായ ഉന്നത അന്വേഷണം അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. ഇവരെ തട്ടിക്കൊണ്ടുപോയ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുവാൻ, ആ വാഹനം കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടി ഉണ്ടാവണം. ഇതിന് നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ
ശക്തമായ നടപടികൾ, വകുപ്പ് തല നടപടികൾ സ്വീകരിക്കാൻ കഴിയണം. Yes, Anup, please. ആ ഉറപ്പാണ് സ്ത്രീ സുരക്ഷിതത്വം എന്ന വാക്ക് പൂർണ്ണതയിൽ Anup, please, ഉണ്ടാവേണ്ടതെന്ന് conclude. സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. Yes, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി.